അന്തോണിദാസ് എന്ന് പറയുമ്പോൾ മറ്റേ സുടക്ക് മേലെ സുടക്ക് എന്നൊക്കെ പറഞ്ഞ പാട്ട് ആടിയും മുടി എടുക്കേണ്ടെന്ന് മാത്രമാണ് അന്ന് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളമായി യേശുദാസിൻ്റെ പാട്ട് എനിക്ക് വരിക വന്ന് ചേരുക എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഹായ്, വിമൽ ശർമ്മ. ഹായ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു പുതിയ സിനിമ വരികയാണല്ലേ, അതിനകത്ത് നായക വേഷം കൈകാര്യം ചെയ്യുകയാണ്. അതെ. അപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. മലയാളം, തമിഴ് 2 ഭാഷകളിലായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ സിനിമയുടെ പേര് മോഡേൺ എന്നാണ്. അതായത് മോഡേൺ ആ പേര് പോലെ തന്നെ ഗംഭീരമായൊരു പടം തന്നെയാണ്. ഇതിൻ്റെ സംവിധായകൻ കുഞ്ഞുമോൻ താഹ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക കഥയും തിരക്കഥയൊക്കെ അദ്ദേഹം തന്നെയാണ്. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് സുനിൽ പ്രേം. പിന്നെ ഈ പടം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ത്രില്ലർ ഫിലിമാണ്. ഓക്കെ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടും പിന്നെ അത് തമിഴ്, ഒരു മോസ്റ്റ്ലി തമിഴാണ്. പിന്നെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ മലയാളം. പിന്നെ എൻ്റെ സീനിയേഴ്സ് എന്ന് പറയണമെങ്കിൽ ഇതിനകത്ത് കൈലാഷ് ഉണ്ട്, പിന്നെ ശോഭിത്തിരൻ സാറ്, തമ്പി ആന്റണി സാറ്, പിന്നെ ശിവമുരളി, പിന്നെ പുതുമുഖങ്ങളായിട്ടുള്ള കുറച്ച് നായികന്മാരുണ്ട്. ഒരു സ്നേഹ, മീര നായർ, പിന്നെ ധന്യ രാമചന്ദ്രൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്, അഞ്ജലി. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സിനിമയിലേക്ക് ഉള്ള കാര്യം പറയുമ്പോൾ മുരടൻ എന്നുള്ള പേര്, അത് എന്തുകൊണ്ടാണ് മുരടൻ എന്നുള്ള ഒരു ഒരു പേര് വരാൻ കാരണം? അതായത് സിനിമയിൽ മുരടൻ ഒരു മുരട സ്വഭാവമാണോ? ശരിക്കും എന്നെ കണ്ടിട്ടല്ല ഈ പേരിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു 4 വർഷം മുന്നേ തന്നെ സാറിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഈ സ്റ്റോറി. അന്ന് ഷൂട്ട് തുടങ്ങിയതായിരുന്നു, ഒരു പ്രമുഖ നടനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അത് കൊറോണ കാരണം സ്റ്റോപ്പായിപ്പോയി. അന്ന് നമ്മുടെ യേശുദാസ്, അന്തോണിദാസ് എന്നിവരൊക്കെ പാടിയിട്ടുണ്ട് ഇതിൽ. യേശുദാസിൻ്റെ ലിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല അയ്യോ യേശുദാസ് സാറിനൊക്കെ ഇങ്ങനെ ഒരു വിഷ്വലി നമ്മൾ ലിപ്പ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റ് വേറെ, മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും അതൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഓരോ സിനിമ എന്നുള്ള മോഹമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന കുറേയേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരാൾ പാടും, യേശുദാസ് പാടുന്ന ഒരു ഗാനത്തിന് നമ്മൾ അഭിനയിക്കുന്നു എന്നൊക്കെ നമ്മൾ സ്വപ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ സാധിച്ച് ശരിക്കും അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് യേശുദാസ് സാറിൻ്റെ പാട്ട് അങ്ങനെ ഞാൻ ഇപ്പം ഡബ്സിയും മറ്റേ വേടനും അങ്ങനെ കുറേ സോങ്സ് അടിച്ചുപൊളി സോങ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് യേശുദാസിൻ്റെ പാട്ട് എനിക്ക് വരിക വന്ന് ചേരുക എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ. ഓക്കെ, തുടക്കം അഭിനയം എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു? അത് ഇപ്പം ഏതോ ഒരു സിനിമ പറയുന്ന പോലെ മാഷിന് മീശ മുളച്ചത് ഏത് ദിവസമാണെന്ന് ചോദിക്കാൻ പറ്റി കഴിഞ്ഞാൽ അദ്ദേഹം പറയാൻ പറ്റില്ലല്ലോ എന്നാ തുടങ്ങിയെന്ന്. അതുപോലെയാണ് ഇപ്പോഴും സ്റ്റാർട്ടായി, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അതിനോട് ഭയങ്കര ഇഷ്ടം. മമ്മൂട്ടി ഒക്കെ എപ്പോഴും പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് അതിനോട്. അങ്ങനത്തെ ഒരു ഇഷ്ടത്തിൽ നിൽക്കുകയാണ് എപ്പോഴും. ഓക്കെ, ആദ്യ സിനിമ തന്നെ ഒരു 2 ഭാഷകളിലായിട്ട് ഇറങ്ങുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ട്? അത് എങ്ങനെ, അത് അന്നത്തെ ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്തു? അയ്യോ, ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തമിഴ് മൂവിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലൊക്കേഷനിൽ ചെന്നു, സീനൊക്കെ പറഞ്ഞു തന്നു, അപ്പോഴത്തേക്ക് തമിഴൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷമാണ് പറയുന്നത് തമിഴ് മൂവിയാണ് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു 75% തമിഴാണ്, ബാക്കിയുള്ളൂ മലയാളം. കഥയുടെ കാര്യം പറഞ്ഞു, അതായത് കഥ അതിലൊരു മുരടൻ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണെന്നല്ല പറഞ്ഞത്. അതെ, ശരിക്ക് രണ്ട് ലുക്ക് ഉണ്ട് ആ സിനിമയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 2 ലുക്ക് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ 2 ലുക്ക് വരാനുള്ള കാരണം? 2 ലുക്ക് വരാനുള്ള കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മുരടനിലേക്ക് എത്തിയതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും, അതുകൊണ്ടാണ് പറയാനുള്ള കർശനമുണ്ട്. ശരിയാണ്, അതുകൊണ്ട് ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതുപോലെ സിനിമ പുതിയൊരു സിനിമ വരുന്നു, അതിനകത്ത് നായകവേഷം തന്നെ കൈകാര്യം ചെയ്യുന്നു. ആരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട്? ഫാമിലിയാണ്, പിന്നെ എൻ്റെ ആ ഒരു പാഷനും, പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനുണ്ട് കേട്ടോ. അവൻ്റെ പേര് ദീപക് പുതുമന. ഓക്കെ, അവൻ ഒരു ദിവസം രാത്രിയാണ് ഈ ഒരു
ഒരു ചെറിയൊരു ഷോർട്ട് മൂവി ചെയ്യുന്നത്. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ആ ഷോർട്ട് മൂവിയിൽ ആണ് ഒരു സുഹൃത്ത് വഴി ശ്രീ ഷാജി ഭജനമഠം എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസർ, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഈ ഡയറക്ടറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ആ പയ്യൻ്റെ ആ മൂവി കുഴപ്പമില്ല, അവൻ്റെ അടുത്ത് പറ, നീ വെയിറ്റ് ചെയ്യ്, ഓക്കെ, എപ്പോഴെങ്കിലും സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ താടിയും മുടി എടുക്കേണ്ടെന്ന് മാത്രമാണ് അന്ന് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളമായി. എന്നിട്ട് ഈ ഡിസംബറിൽ ഇപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി ശേഷം സ്ക്രീനിൽ. ഓക്കെ, നമ്മുടെ അതുപോലെ തന്നെ സോങ്ങിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര സോങ് ഉണ്ട് സിനിമയിൽ? 4 സോങ് ഉണ്ട്. ഒന്ന് യേശുദാസിൻ്റെ സോങ് ഉണ്ട്, പിന്നെ അന്തോണിദാസിൻ്റെ സോങ് ഉണ്ട്. അന്തോണിദാസ് എന്ന് പറയുമ്പോൾ മറ്റേ സുടക്ക് മേലെ സുടക്ക് എന്നൊക്കെ പറഞ്ഞ ആ പാട്ട്, അതുപോലെ തന്നെ വേറൊരു വൈബിലുള്ള ഡപ്പാങ്കൂത്ത് സ്റ്റൈൽ സോങ് ഉണ്ട്. ഒരു രക്ഷയില്ല, എല്ലാവർക്കും ആഘോഷമായിക്കോളും ആ പാട്ട്. പിന്നെ ഒരു അഞ്ജലി എന്ന് പറയുന്ന ഒരു കുട്ടി പാടിയ നല്ലൊരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. പിന്നെ വേറെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. അതൊക്കെ നല്ല സോങ് തന്നെയാണല്ലോ. എല്ലാം നല്ല സോങ്ങാണ് കേട്ടോ, എല്ലാം എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും ആ പാട്ട്. ഓക്കെ, ഇപ്പോൾ ഈ സിനിമയിൽ ഒരു എത്രത്തോളം വർക്ക് കഴിഞ്ഞു, അത് എന്ത് ലെവലിലാണുള്ളത്? ഇപ്പോൾ റിലീസിന് തയ്യാറായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അടുത്ത് തന്നെ ഉണ്ടാവും, എന്തായാലും ഈ അടുത്ത് തന്നെ ഉണ്ടാവും അതിൻ്റെ റിലീസ്. പിന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് ആ ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. വിമൽ ശർമ്മ എന്ന് പറയുന്ന ഈ ഒരു പേര് ഒത്തിരി ആൾക്കാരിലേക്ക് എത്തിച്ചേരട്ടെ, സിനിമയും എത്തിച്ചേരട്ടെ, നല്ലൊരു വിജയമാവട്ടെ. അവസാനമായിട്ട് നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കൂടെ? പ്രേക്ഷകരോട് പറയാനുള്ളത് മോഡേൺ സിനിമ കാണുക. ഓക്കെ, പിന്നെ OTTക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരും പോയി കാണുക. എന്താണ് ഈ മോഡേൺ ആയിപ്പോയത് എന്നുള്ളത് ചോദ്യം കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പ്ലീസ് കാണുക. താങ്ക് യു. എന്നിട്ട് പ്രാർത്ഥിക്കുക. ശരി. ഓക്കെ, താങ്ക് യു.